ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ UK-ൽ സ്കാമുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ ദിവസവും അത് ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എമിഗ്രേഷൻ കൂടിയോണ്ടാണോ ഇത്ര ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് സ്കാം. നമ്മൾ ഇന്ത്യയിലൊക്കെ എല്ലാ രാജ്യങ്ങളിലും സ്കാമുണ്ട്. പക്ഷേ ഇപ്പോൾ UK-ലും അത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന അപ്പോൾ ഫോൺ മേടിച്ചിരിക്കുന്നത് ടെസ്കോ മൊബൈൽ വഴിയാണ്. ടെസ്കോ മൊബൈൽ വഴി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ കൂടെ തന്നെ സിമ്മും ഉണ്ടാവും. അപ്പോൾ സിമ്മ് കിട്ടി. ടെസ്കോ മൊബൈലിൽ തന്നെ സിമ്മ് വന്നു. അപ്പോൾ സിമ്മ് യൂസ് ചെയ്തു. യൂസ് ചെയ്തു ഒരു ഒരു എത്രയാണ് ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മെയിലിലോട്ട് ഡിസ്കൗണ്ട് ഓഫർ ഉണ്ടെന്നും പറഞ്ഞു. അതായത് ഞാൻ ഈ സിമ്മിനും ഫോണുമായിട്ട് ചെയ്യുന്ന EMI പേയ്മെൻറ്റിന് ഡിസ്കൗണ്ട് ഓഫർ ഉണ്ടെന്നും പറഞ്ഞ് എനിക്കൊരു മെയിൽ വരികയാണ്. അപ്പോൾ ഞാൻ ഈ മെയിലെടുത്ത് നോക്കി വായിച്ചു. അപ്പം ഇത്രയുണ്ട് ഡിസ്കൗണ്ട്. നിങ്ങൾ ഇത്ര പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുൻകൂറായിട്ട് അടച്ച് കഴിഞ്ഞാൽ ഇത്ര ഡിസ്കൗണ്ട് ഉണ്ടെന്നും പറഞ്ഞ് വന്നു. അപ്പോൾ എനിക്കതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് സംസാരിക്കണമെന്ന് തോന്നി. അപ്പോൾ സംസാരിക്കാമെന്ന് വെച്ചാൽ അതിൽ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ റീപ്ലൈ വരുന്നത് ഭയങ്കര താമസം. അപ്പോൾ എനിക്ക് ഈ സംഭവം കുറച്ച് കൂടുതൽ അറിയാനായിട്ടൊരാഗ്രഹം. അപ്പോൾ ഞാൻ അറിയുന്നില്ല സ്കാം എന്നുള്ള കാര്യം ഞാൻ അറിയുന്നില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്തു, നേരെ തന്നെ ടെസ്കോ മൊബൈൽ സൈറ്റുണ്ട്, അതിൽ കയറി തന്നെ കസ്റ്റമർ കെയറോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം വന്നു. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ടെസ്കോ മൊബൈൽ കസ്റ്റമറുടെ പേര് ഒരു ഇന്ത്യക്കാരനാണ്. അത് ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാം പിന്നെ കസ്റ്റമർ കെയറിൽ, അതായത് ബാങ്കിങ് സെക്ടറിൽ, അതുപോലെ തന്നെയാണെങ്കിലും മൊബൈൽസിൻ്റെയാണ് കൂടുതൽ. മൊബൈൽസിൻ്റെ എല്ലാം കമ്പനികളിൽ കൂടുതലും കസ്റ്റമർ കെയർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പം ആ ഒരു പേര് വെച്ചാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്, എനിക്കിതിനെപ്പറ്റി അറിയണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത്, സാർ ഇത് ഞങ്ങൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതല്ല, ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞപ്പോൾ ഇത് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഇതെല്ലാം വെച്ച്, അത് അവരുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം വെച്ചാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതെങ്ങനെ ചോർന്നു എന്താണെന്നുള്ളതൊന്നും നമുക്കറിയില്ല. കാരണം നമ്മളിപ്പോൾ ഒരു ടെസ്കോ മൊബൈൽ വഴി ഞാനൊരു അക്കൗണ്ടും കാര്യങ്ങളെല്ലാം എടുത്തു. ആ അക്കൗണ്ട് കാര്യങ്ങൾ എടുത്തിരിക്കുന്നതിനകത്ത് ഇന്ത്യക്കാരുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ നമ്മുടെ ഡേറ്റാസ് ഇവർക്ക് കൊടുത്തിരിക്കുന്നതാണോ, അല്ലെങ്കിൽ കൃത്യമായിട്ട് എൻ്റെ അഡ്രസ്സും അല്ലെങ്കിൽ ഇതെല്ലാം വെച്ച് കറക്റ്റ് മെയിൽ ID അഡ്രസ്സും ഇതെല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ ഒരു സംഭവം എങ്ങനെ മെയിൽ വന്നു നമുക്കറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു നമുക്കറിയില്ല, ഇത് സ്കാമാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു. അതല്ലാത്ത പക്ഷം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സംഭവത്തിൽ കയറി ഞാൻ പേയ്മെൻറ്റ് ചെയ്തായിരുന്നെങ്കിൽ എൻ്റെ ആ പൈസയും പോയാൽ ഏകദേശം എത്രയാണ് 78 പൗണ്ട് അത്രയാണ് പറഞ്ഞത്. 78 പൗണ്ടോട് അടച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ഡിസ്കൗണ്ട് കിട്ടും, മാസത്തിൽ അടയ്ക്കുന്ന EMIക്ക് ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ഞാൻ ആ പേയ്മെൻറ്റ് അത് ചെയ്തായിരുന്നെങ്കിൽ ആ പൈസ അതുവഴി പോയേനെ. പിന്നെ അതിന് ശേഷം വേറൊരു സ്കാം ഇങ്ങനെ വന്നു. ഇതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് ലോയ്ഡ്സിൻ്റെ ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇതെടുക്കുവാണെങ്കിൽ ഓഫറുണ്ട്, നിങ്ങൾ ഒരു ഡെബിറ്റ് കാർഡ് എടുക്കുവാണെങ്കിൽ ഓഫറുണ്ടെന്നും പറഞ്ഞ് അതും ഇതുപോലെ തന്നെ സംഭവം എനിക്കൊരു മെയിൽ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സ്കാമാണെന്നുള്ള കാര്യം. ഓൾറെഡി നമുക്കറിയാമല്ലോ അങ്ങനെ ഒരു സംഭവം. അത് ഞാൻ പിന്നെ അവർക്ക് തന്നെ പറഞ്ഞു, നിങ്ങളുടെ പരിപാടി നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ അത് ക്ലോസ് ചെയ്ത് വിട്ടു. പിന്നെ ഞാൻ എടുത്തിങ്ങനെ ടെസ്കോ മൊബൈൽ വഴി എനിക്കിവിടെ പോസ്റ്റ് വന്നിരിക്കുകയാണ്. ഞാൻ മാസം അടയ്ക്കുന്ന EMI എമൗണ്ട് പെൻഡിങ് ആണ്. 702 പൗണ്ടോളം അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാനതിപ്പോൾ സാധനം എടുത്ത് ഞാൻ വേസ്റ്റ് കളഞ്ഞില്ല, ഞാൻ കാണിക്കായിരുന്നു. അത് പെൻഡിങ് ആണെന്നും പറഞ്ഞ് വന്നിരിക്കുന്നു. തുടക്കത്തിൽ ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മളാരും ശ്രദ്ധിക്കത്തില്ല. അതിനകത്ത് ഒരു സ്കാൻ ചെയ്യാനൊരു ഒരു ലിങ്ക് പോലെ സംഭവമുണ്ട്. ആ ഒരു സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ലിങ്കിലോട്ട് പോകും. ലിങ്കിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പേയ്മെൻറ്റ് മെത്തേഡ് നമ്മൾ അടയ്ക്കൂ, നമ്മുടെ പൈസയും പോയി. ഇത് നമ്മുടെ കമ്പനിക്കും അറിയില്ല, ഒന്നും അറിയത്തില്ല. അപ്പോൾ എനിക്കിത് മനസ്സിലായി ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാമല്ലോ. അപ്പോൾ ഈ സ്കാമാണെന്നോ എനിക്ക് വന്നപ്പോഴേ മനസ്സിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതപ്പോൾ തന്നെ എടുത്ത് കസ്റ്റമർ കെയർ അയച്ചു കൊടുത്തു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സംഭവങ്ങളാണ്, ഇത് നിങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽസ് ചോർന്നാൽ എന്താണെന്ന് അറിയില്ല. അപ്പം അവർ ഒരുപാട് സോറിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് എങ്ങനെ ചോർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വന്നിരിക്കുന്നതും ഇതേപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഒരു മെയിലും വന്നു. അപ്പോൾ അതിൽ ഒരു ഇന്ത്യക്കാരൻ്റെ പേര് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കസ്റ്റമർ കെയർ തന്നെ ഇന്ത്യക്കാരൻ്റെ പേര് വെച്ചിട്ട് വന്നിരിക്കുവാണ്, ചാറ്റ് ചെയ്യാമെന്നും പറഞ്ഞ്. എല്ലാം സ്കാമാണ്. അപ്പോൾ ഇത് ഇന്ത്യക്കാർ തന്നെ നമ്മുടെ ഡേറ്റാസ് അവിടെ നിന്ന് ചോർത്തിയിട്ട് അവർ തന്നെ ഒരു സ്കാം ഗ്രൂപ്പ് ഉണ്ടാക്കി ചെയ്യുന്നതാണോ നാട്ടിൽ നിന്ന് നമുക്കറിയില്ല. എങ്ങനെയാണെങ്കിലും ഇങ്ങനെ കുറേ സ്കാമുകൾ, അതുപോലെ തന്നെ ഇവിടെ തന്നെ ആൾക്കാർ ചെയ്യുന്ന സ്കാമുകൾ വേറെയുണ്ട്. അപ്പോൾ അത് ഒത്തിരി സ്കാമുകൾ, ഇപ്പം മലയാളികൾ ഒരുപാട് സ്കാമുകളെല്ലാം ഒരു സൈഡിൽ തുടങ്ങിയിട്ടുണ്ടെന്ന് വാർത്തകൾ പല സൈഡിൽ നിന്നായിട്ട് വരുന്നുണ്ട്. പലരിൽ നിന്നും പൈസ മേടിച്ചിട്ട് പിന്നെ പൈസ കൊടുക്കാതിരിക്കുക, പിന്നെ അവിടെ നിന്ന് മുങ്ങുക, അങ്ങനെയുള്ള പരിപാടി. അതുപോലെ തന്നെ ഇവിടെ നിന്ന് പൈസയ്ക്ക് EMI എടുത്തിട്ട് ലോൺ എടുക്കും. EMI എടുക്കുക, ഫോണിൻ്റെ എല്ലാ EMIയും കാര്യങ്ങളും എടുത്തിട്ട് അതിന് മാസം അടയ്ക്കുന്നില്ല. പൈസ അടയ്ക്കാതെ അവരെന്ത് ചെയ്യുകയാണ്, അവരവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് ഇവിടുന്ന് പോകാറൊക്കെ ആയിരിക്കുന്ന ആൾക്കാർ, വേറെ രാജ്യത്തോട്ടും മറ്റുമായിട്ട് പോകാനായിരിക്കുന്ന ആൾക്കാരൊക്കെ എന്താണ്, ഫോൺ EMIയിൽ എടുക്കുന്നതാണ്, അവരിവിടുന്ന് പോവുകയാണ്. അപ്പോൾ
അതവർക്ക് നഷ്ടമല്ലേ? കാരണം അവർ നോക്കുമ്പോൾ അവരുടെ EMI പോകുന്നു, അതോടൊപ്പം തന്നെ അവരുടെ സാധനം ഇത് പോയി. അവർ ഇപ്പം നമ്മൾ മേടിച്ചിരിക്കുന്ന സാധനം അവർ അടിച്ചുകൊണ്ട് പോയതിന് തുല്യമാണല്ലോ. അങ്ങനെ കുറേ കേസുകൾ ഇവിടെ കിടപ്പുണ്ടെന്ന് ഇവിടുത്തെ ഒരു ന്യൂസ് പോർട്ടലിൽ ഞാനിങ്ങനെ വായിച്ചു. ഒത്തിരി കേസുകൾ. അതായത് ഇവിടുന്ന് EMIക്ക് സാധനം മേടിച്ചിട്ട് അവരിവിടുന്ന് ഈ രാജ്യം വിട്ടു പോവുക. അത് ഈ രാജ്യം വിട്ടു പോകാൻ വേണ്ടി മേടിച്ചതല്ല. പക്ഷേ ഈ രാജ്യം വിടുന്നതിന് മുമ്പ് ചെയ്ത പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ കുറേ പറ്റിക്കൽ പരിപാടികൾ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്കറിയാം ഇപ്പോൾ വിസ ബേസ് ചെയ്തിട്ടുള്ള പറ്റിപ്പും കാര്യങ്ങളും. അത് നിങ്ങൾ കൃത്യമായിട്ട് അറിയുക. ഞാനത് വീണ്ടും 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 ഇതിനിടയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയാം. ഇപ്പം ഒരു റിക്രൂട്ട്മെൻറ്റും UK-ലോട്ടൊന്നും നടത്തുന്നില്ല. അത് നിങ്ങൾ പ്രത്യേകം വീണ്ടും വീണ്ടും മനസ്സിലാക്കുക. ഒരു റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളും ഒന്നും UK-ലോട്ട് ഒന്നും നടത്തുന്നില്ല. നിങ്ങളത് പ്രത്യേകം മനസ്സിലാക്കി. ഇനി എന്തെങ്കിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് കൺഫേം അറിയാതെ ഒന്നും പോയി തല വെക്കരുത്. കൺഫേം അറിയാമെന്നുള്ളതല്ല, ഇതിപ്പോൾ ഒന്നും നടക്കുന്നില്ല നിലവിൽ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം നിങ്ങൾ UK-യുടെ സൈറ്റുണ്ട്, ഗവൺമെൻറ് സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ അതല്ലാതെ നിങ്ങൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ ഗോവിന്ദയായി പോകുമെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. കാരണം ഇപ്പോൾ UK-യിലെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് സൈറ്റ് നോക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ചാനലുണ്ട്, ചാനൽ നോക്കാം, അല്ലെങ്കിൽ വേറെ ചാനലുണ്ട്, ചാനൽ നോക്കാം. കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മൾ കൃത്യമായിട്ട് പറയും. അതുകൊണ്ട് നിങ്ങൾ പിന്നെ ഇന്ന അവർ പറഞ്ഞു അങ്ങനെയാണ്, അവരെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പേപ്പറുകളൊക്കെ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഇപ്പം തന്നെ ഒരുപാട് COSകൾ, ഫേക്ക് COSകളും കാര്യങ്ങളും ഉണ്ടാക്കിയവരെല്ലാം പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ. അപ്പം എന്ന് പറഞ്ഞ പോലെയാണ് ഈ കാര്യങ്ങളും. ഇവിടെ വന്നു കഴിഞ്ഞ ശേഷം നിങ്ങൾ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധനമായിരിക്കും ആദ്യം വരുന്നത്. പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു സാധനം, ഒരു പേപ്പർ ആയിരിക്കും ആദ്യമായിട്ട് വരുന്നത്. ഇത് മതി, നിങ്ങളുടെ EMI പെൻഡിങ് ആണെന്നും പറഞ്ഞ്. നമ്മൾ ചിലപ്പം നേരെ കസ്റ്റമർ കെയർ കയറി മെസ്സേജ് ചെയ്യത്തില്ല. നമ്മൾ നോക്കുമ്പോൾ ഇത് അടച്ചതാണല്ലോ, എന്താ പറ്റി? അല്ലെ ചിലപ്പോൾ ഓർക്കും അയ്യോ അടച്ചില്ലയോ, നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും, നേരെ ആ ലിങ്കിൽ കേൾക്കുന്നു, ലിങ്കിൻ്റെ ഫോട്ടോ എടുക്കുന്നു, നേരെ ആ ലിങ്കിൽ കയറി അഴിച്ചിട്ട് പൈസ അയച്ചു കൊടുക്കുന്നു. ആ പൈസ നിങ്ങളുടെ പോകുന്നു. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇത് അറിയത്തില്ലാത്ത ആൾക്കാർ ഇതിനകത്ത് കയറി തലവെക്കും. ഇപ്പം പൈസയും പോവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരുപാട് സ്കാമുകളുണ്ട്. അതുപോലെ തന്നെ ബാങ്കിൽ നിന്നാണെന്നും പറഞ്ഞ് HMRC ഉണ്ട്, ടാക്സിൻ്റെ ആണെന്നും പറഞ്ഞൊക്കെ വിളിച്ചിട്ട് OTP പറയാൻ പറയും. ഈ പറഞ്ഞ മഹാനും ഇതുപോലെ തന്നെ OTP പറഞ്ഞു. ഞാനത് തെറി പറഞ്ഞ് വിട്ടു. ഇന്ത്യക്കാരൻ തന്നെയാണ്. OTP പറയണമെന്നും പറഞ്ഞ് വിട്ടു. ടെസ്കോ മൊബൈലിൻ്റെ EMI അടച്ചില്ല എന്നും പറഞ്ഞ് OTP. ഞാൻ നല്ല രീതിയിൽ തന്നെ ഹിന്ദിയിലുള്ള തെറികൾ ഞാൻ അങ്ങോട്ട് അയച്ചു വിട്ടു. അപ്പോൾ ഇത് നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളെപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആമസോൺ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പാസ്വേഡ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. കാരണം ഇവിടെ അങ്ങനെയുള്ള സ്കാമുകളും ഉണ്ട്. ഇപ്പോൾ UK-യിലുണ്ടെന്നാണ് നല്ല ആൾക്കാരെന്നല്ല പറഞ്ഞത്. ഇവിടെ വന്ന് കയറിയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇമിഗ്രൻസ് ആയിട്ടുള്ള വന്ന് കയറിയിരിക്കുന്ന ആൾക്കാർ തന്നെ തുടങ്ങിയിരിക്കുന്ന സ്കാമും, അതുപോലെ UK-യിലുള്ള സ്കാമും, നമ്മുടെ ഇന്ത്യക്കാർ നടത്തുന്ന സ്കാമും, ഇതെല്ലാം ഉണ്ട് UK-യിൽ. അല്ല UK എന്ന് പറയുമ്പോൾ UK-യിലെ ആൾക്കാരല്ലെന്നുള്ളതല്ല, പല രാജ്യത്തു വന്ന ആൾക്കാർ ഇവിടുത്തെ ആൾക്കാരെല്ലാം ചെയ്യുന്ന സ്കാമുകളാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും നിങ്ങൾ പാസ്വേഡുകൾ കാര്യങ്ങളെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു 2 ആഴ്ച മുന്നേ എൻ്റെ ഒരു ആമസോൺ ID എനിക്കിങ്ങനെ മെയിൽ വന്നിരിക്കുന്നു, സ്വിറ്റ്സർലൻഡിൽ നിന്ന് ലോഗ് ഓൺ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആമസോൺ. പക്ഷേ എൻ്റെ ഒന്നും നഷ്ടപ്പെട്ടില്ല. ഞാൻ ഉടനെ തന്നെ അത് കയറി ലോഗൗട്ട് സംഭവങ്ങൾ എടുത്തിട്ട് ഞാൻ പാസ്വേഡ് എൻ്റെ മാറ്റി. പെട്ടെന്ന് സ്വിറ്റ്സർലൻഡിൽ ലോഗിൻ ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ആമസോണിൽ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ലോഗിൻ ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ വല്ലപ്പോഴും ആമസോണിൽ കയറിയിട്ട് ഞാൻ വല്ലപ്പോഴും പാസ്വേഡൊക്കെ മാറ്റി എങ്കിൽ ഇടുന്ന. പക്ഷേ ലോഗൗട്ട് അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. ഫേസ്ബുക്കിൻ്റെ ആണെങ്കിലും ലോഗൗട്ട് അങ്ങനെ ചെയ്യാറില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ജാഗ്രതയായിരിക്കുക. നിങ്ങളുടെ ഫോണുകളും കാര്യങ്ങളും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആമസോൺ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളത് എടുത്ത ശേഷം നിങ്ങൾ ലോഗൗട്ട് ചെയ്തിടാൻ ശ്രമിക്കുക. പിന്നെ ഇതുപോലെ വരുന്ന OTPകൾ ETPകൾ മറ്റേത് വാങ്ങാത്തതിൽ ഇതിനൊന്നും നിങ്ങൾ കൊണ്ടുപോയി തല വെക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കുക. അറിയത്തില്ലാത്ത ആർക്കാർക്കും ഫോൺ കൊടുക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം ലണ്ടൻ സിറ്റി ആണെന്നുണ്ടെങ്കിലും മാഞ്ചസ്റ്റർ ഈ ഒരു ഏരിയയിലെല്ലാം ഭയങ്കര മോഷണ ശ്രമവും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. മാക്സിമം ഫോണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുന്നത്, മാക്സിമം എവിടെ ഒളിപ്പിച്ച് വെക്കുക, അവിടെ ഒളിപ്പിച്ച് വെച്ച് പോവുക. ഇല്ലെങ്കിൽ ആരും ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നോക്കി നിങ്ങൾ ഫോൺ യൂസ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. കാരണം പെട്ടെന്ന് ഒന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. നമ്മൾ പുറകെ ഓടി പോകാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾ EMI മേടിച്ചിരിക്കുന്ന ഫോണായിരിക്കും, അല്ലെങ്കിൽ വലിയ എമൗണ്ട് മേടിച്ചിരിക്കുന്ന ഫോണായിരിക്കും. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. നിങ്ങൾക്കത് ഭയങ്കര ദൂഷ്യം ചെയ്യും ഭാവിയിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കറിയാം. പിന്നെ ഇവിടെ കേസ് കൊടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥയും നിങ്ങൾക്കറിയാമല്ലോ. അവർ പതുക്കെ മാത്രമേ അത് തപ്പി തിരഞ്ഞെടുത്തി നമുക്ക് കിട്ടുമോ പെറുക്കുകയൊക്കെ ചെയ്തുള്ളൂ. കിട്ടുമെന്നുള്ളതിന് ഒരു ഉറപ്പുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് മാക്സിമം ശ്രദ്ധിക്കുക. കാരണം അതുപോലെ മോഷണ കേസുകളും സ്കാമുകളും എല്ലാം ഇവിടെ കൂടി വരുന്നു. ബിക്കോസ് ഓഫ് എമിഗ്രേഷൻ കൂടി വന്ന ശേഷം ആൾക്കാർ ഇവിടെ കാണിക്കുന്ന പരിപാടിയാണ്. കാരണം
മനുഷ്യന് ജീവിച്ച് പോകണമല്ലോ മുന്നോട്ട്. അതിനെക്കൊണ്ട് തട്ടിപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. കഴിവുള്ള ആൾക്കാർ തട്ടിപ്പിൽ കൂടെ തന്നെ മുൻപോട്ട് പോകും. കഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റുന്ന ആൾക്കാർ കഷ്ടപ്പെട്ട് തന്നെ മുൻപോട്ട് ജീവിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുക. മലയാളത്തിൽ തന്നെ ഒരുപാട് സ്കാമുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒത്തിരി സ്കാമുകൾ പല സൈഡിൽ നിന്ന് തന്നെ. അപ്പോൾ എല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, മനസ്സിലാക്കിയിരിക്കുക. സ്കാമുകളും മറ്റും പിന്നെ ഫോൺ യൂസ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഓർത്തിരിക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ കേസ് ഇത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഫോണിൻ്റെ EMI സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ ലെറ്റർ വരും. EMI പെൻഡിങ് ആണ്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് പറയും. അതിൽ നിങ്ങൾക്ക് മെയിൽ വരും. നിങ്ങൾ ഉടനെ തന്നെ കസ്റ്റമർ കെയർ നിങ്ങളത് സംഭവം വന്നിട്ടുണ്ട്, ഇത് ശരിയാണോ എന്നുള്ളത് കൺഫേം ചെയ്ത ശേഷം മാത്രം നിങ്ങളതിന് നല്ല റീപ്ലൈ കൊടുക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ.